ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജാൻസി. ഞാനിപ്പോൾ UK-ലാണ് വർക്ക് ചെയ്യുന്നത് ആസ് എ സീനിയർ കെയറായിട്ട്. അപ്പം OET എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ നാട്ടിൽ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിരുന്ന വഴിക്ക് ജിഷ മാമിൻ്റെ വീഡിയോ കാണുകയും ആ വീഡിയോയിൽ എനിക്ക് മാമിൻ്റെ എക്സ്പ്ലനേഷൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ അപ്പോഴേ തന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് ചെയ്തത്. കോണ്ടാക്ട് ചെയ്തപ്പോൾ ടൈമിങ്ങും കാര്യങ്ങളും ഒക്കെ എനിക്ക് നോക്കിയപ്പോൾ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം നമുക്കിപ്പം ഇവിടെയും നാട്ടിലും വെച്ച് ഡിഫറൻസ് ഏകദേശം 5.5 hours ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ടൈമിൽ. ഞാൻ മാർച്ചിലാണ് ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നത്. ഫെബ്രുവരി ലാസ്റ്റോടുകൂടി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. മാർച്ചിൽ ജോയിൻ ചെയ്തു. ഞാനൊരു 1.5 month കോഴ്സ് അവിടെ നിന്ന് എടുത്തത്. ഇപ്പം കോഴ്സിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 1 week എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എങ്ങനെയാണ് നമുക്ക് റീഡിങ്ങും ലിസണിങ്ങും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മാമ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്കിമ്മിങ്ങും സ്കാനിങ്ങും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ ലിസണിങ് കേൾക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ഞാൻ 2021 2 പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടിയില്ല. അങ്ങനെയാണ് എനിക്കൊരു സീനിയർ കെയർ ഓപ്പർച്യൂണിറ്റി കിട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള നല്ലൊരു ആഗ്രഹം കാരണം CBT OSCE ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ശേഷം OET എടുക്കണം. അപ്പം ജിഷ മാമിൻ്റെ ക്ലാസ് കേട്ടപ്പം മുതൽ ഓക്കെ ഇതെനിക്ക് പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പം ഫസ്റ്റ് വീക്ക് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്, ടൈം ലിമിറ്റ് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം മാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം മെറ്റീരിയൽസ്, എസ്പെഷ്യലി ദ റീഡിങ് മെറ്റീരിയൽസ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എങ്ങനെയാണ് എക്സാമിന് വരുന്ന അതിൻ്റെ അതേ കണക്കുള്ള റീഡിങ് മെറ്റീരിയൽസ് ആണ്. ടഫും അല്ല, എന്നിരുന്നാൽ തന്നെയും കുറച്ച് ട്രിക്കി ആയിട്ടുള്ള പാരാഫ്രൈസിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ 4 ആഴ്ചയിലും എല്ലാ മോക്ക് ടെസ്റ്റ് നടത്തുമായിരുന്നു. ആ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്ലി 13 minutes, ദെൻ അത് കുറച്ചിട്ട് 12 minutes. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ച് നമ്മളും സ്പീഡപ്പ് ആകും. അതോടൊപ്പം തന്നെ നമുക്കത് ഫോക്കസ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസും അതിലൂടെ കിട്ടുമായിരുന്നു. മോക്ക് ടെസ്റ്റ് റിയലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് എങ്ങനെ പോയിരിക്കുമോ അതേ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കിവിടെ മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോഴുണ്ടായിരുന്നത്. മോക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാലും നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ കറക്ഷൻ ചെയ്തിട്ട് നമുക്ക് അപ്പം തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. അപ്പം തന്നെ നമുക്ക് ഒരിക്കൽ കൂടെ ഒന്ന് നമുക്ക് എവിടെയാണ് മിസ്സിങ് ആയിട്ടുള്ളത്, നമുക്ക് എന്താണ് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ദെൻ മാമിൻ്റെ എക്സ്പ്ലനേഷൻ അത് കഴിയുമ്പോൾ പിന്നെ മാമിൻ്റെ ക്ലാസ്സും ഉണ്ട്. ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കിനും മാമിൻ്റെ ക്ലാസ്. അപ്പം എനി ഡൗട്ട്സ് നമുക്ക് നമ്മൾ എഴുതിയ മോക്ക് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നമുക്ക് അപ്പോഴേ തന്നെ മാമിനോട് ചോദിക്കാം. മാം അപ്പോഴേ തന്നെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമുക്കത് പറഞ്ഞു തരും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ടൈപ്പ് പോലും എനിക്കറിയില്ല, ഇത്രയൊക്കെ ടൈപ്പുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലും മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതിനെ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ആൻസർ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. സെക്കൻഡ് തിങ് ലിസണിങ്ങും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മാം വീഡിയോ ഇടും. നമ്മുടെ ക്ലാസ് ടൈമിൽ വീഡിയോ ഓൺ ചെയ്യും, ഓഡിയോ ഓൺ ചെയ്യുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് നമുക്കത് നമ്മൾ എന്താണ് ക്യാച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കത് കുറച്ചും കൂടെ നല്ല രീതിക്ക് അത് മനസ്സിലാക്കാൻ പറ്റി. എസ്പെഷ്യലി നമ്മൾ ഇവിടെ എക്സാം എഴുതുമ്പോൾ, UK-യിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് തരാറില്ല. അവർ ഓഡിയോ കേൾപ്പിക്കുകയാണ്, നമ്മൾ അതിനെ അനുസരിച്ച് എഴുതുക, അങ്ങനെയായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ വെച്ചിട്ട് നമ്മൾ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതും ഹെഡ്സെറ്റ് ഇല്ലാതെ കേൾക്കുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ്. അപ്പം നമ്മൾ കുറച്ചും കൂടി നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്താലേ നമ്മുടെ ആൻസർ നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. പക്ഷെ മാം ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഓക്കെ അത് ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരുന്നു അത്. അതാണ് റീഡിങ്ങും ലിസണിങ്ങിനും ശരിക്കും മാമിൻ്റെ നല്ലൊരു എഫേർട്ട് അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ പാസ്സായത്. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം റിയലി താങ്ക്സ് ടു മാം, ജിഷ മാം. സോ ഒരുപാട് താങ്ക്സ് മാമിൻ്റെ. അത്രമാത്രം എഫേർട്ട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റി, എനിക്കത് എക്സാമിന് എഴുതാൻ പറ്റി.
പിന്നീട് റീഡിംഗ് മെറ്റീരിയൽ എനിക്ക് കൈ കിട്ടിയപ്പോൾ എനിക്ക് 10 മിനിറ്റ്സ് ആയപ്പോഴത്തേക്കിന് തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തായിരുന്നു റീഡിങ്. പിന്നെ ആ 5 മിനിറ്റ്സിൽ എനിക്കത് ഓവറോൾ എന്തൊക്കെയാണ് എനിക്ക് മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എനിക്കത് ഒരിക്കൽ കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടി. യൂഷ്വലി അങ്ങനെ എനിക്ക് കിട്ടാറില്ല. എന്നുവെച്ചാൽ മാമിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് എനിക്ക് ഓക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് പിന്നീട് ഒന്നും കൂടെ നമുക്ക് എന്തെങ്കിലും ചെയ്തത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ഞാൻ 2 എക്സാം എഴുതിയപ്പോഴും ഞാൻ കറക്റ്റ് ടൈമിലാണ് എനിക്കത് എക്സാം ഫിനിഷ് ചെയ്യാൻ മീൻസ് ഞാനത് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ ഇപ്രാവശ്യത്തെ എക്സാമിന് എനിക്ക് 10 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് എനിക്ക് പിന്നീട് ഒരിക്കൽ കൂടെ പോയി നോക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നീട് ബി ആണെങ്കിലും സി പാർട്ടാണെങ്കിലും എനിക്ക് ടൈം പീരീഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. കാരണം അതെന്തോ അതിൻ്റെ ഗോഡ്സ് ക്രേസ് ആണ്. പിന്നെ അതേ കണക്ക് മാമിൻ്റെ ആ ഒരു സപ്പോർട്ടും ഉള്ളത് കാരണം ആ ഒരു വേയിൽ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കിന് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ടൈം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എനിക്ക് സ്പീക്കിങ്ങും റൈറ്റിങ്ങും റിനി മാം ആയിരുന്നു. മാം ഇതേ കണക്ക് ഞാൻ നൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണെങ്കിലും എന്നോട് ചോദിക്കും ഓക്കെ ആണോ, ടൈം ഞാൻ വിളിക്കട്ടോ. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ടാണ് അവർ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചു തരാനാണെങ്കിലും ഇപ്പം എനിക്ക് വയ്യെങ്കിലും ഓക്കെ ആ ക്ലാസ് മറ്റൊരു ദിവസത്തേക്കിന് എടുത്ത് തരികയും അതൊക്കെ ഒരുപാട് സപ്പോർട്ടീവ് ആയിരുന്നു രണ്ടുപേർക്കും. ജിഷ മാമിനും അറ്റ് ദ സെയിം ടൈം റിനി മാമിനും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് എന്നെ സഹായിച്ചതിന്, എന്നെ ഇത്രത്തോളം എനിക്ക് ഈ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവാൻ എന്നെ ഹെൽപ്പ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. Thank you so much for the JME Academy for helping me to achieve my OET.